കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 29 ശനിയാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് 630 തടവുകാർക്ക് മാപ്പ് നൽകി രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ. വിവിധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് ശിക്ഷയുടെ ഒരു ഭാഗം അനുഭവിച്ചവർക്കും മറ്റു ചെറുകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ടവർക്കും ബദൽ ശിക്ഷയ്ക്ക് വിധേയമായവർക്കുമാണ് മാപ്പിൽ ഇളവ് ലഭിക്കുക. എല്ലാ വർഷവും ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് ഹമ്മദ് രാജാവ് തടവുകാർക്ക് ഇളവ് നൽകാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ട്. 11,000 ബഹ്റിൻ ദിനാർ വില മതിക്കുന്ന വൈദ്യുതി കമ്പികൾ മോഷ്ടിച്ച കേസിൽ 2 ഏഷ്യക്കാരെ അറസ്റ്റ് ചെയ്തു. 20ഉം 31ഉം വയസ്സുള്ള 2 പ്രതികളെ ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റുമായി സഹകരിച്ച് സദേൺ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റാണ് പിടികൂടിയത്. കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ബഹ്റൈൻ സമുദ്രാതിർത്തിയിൽ ഷേരി, സാഫി, ആൻഡാക് മത്സ്യങ്ങളെ പിടികൂടുന്നതിന് നിരോധനവുമായി സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ ഇത്തരം മത്സ്യങ്ങളെ പിടികൂടരുതെന്നാണ് SCEയുടെ ഉത്തരവ്. പ്രജനന കാലമായതിനാലാണ് 2 മാസങ്ങളിൽ മത്സ്യബന്ധനം നിരോധിച്ചത്. നിരോധന കാലയളവിൽ അബദ്ധവശാൽ ഈ മത്സ്യങ്ങളെ പിടികൂടിയാൽ ഉടൻ തന്നെ അവയെ കടലിലേക്ക് തിരികെ വിടണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സമുദ്രവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും സമുദ്ര ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പ്രാദേശിക വിപണികളിൽ ലഭ്യമായ മത്സ്യങ്ങളുടെ അളവും വൈവിധ്യവും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബഹ്റിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. നിലവിൽ ചെമ്മീൻ പിടിക്കുന്നതിനും രാജ്യത്ത് നിരോധനം നിലനിൽക്കുന്നുണ്ട്. കുട്ടികളുടെ കലാഭിരുചികൾ മനസ്സിലാക്കുവാനും മികച്ച പ്രതിഭകളെ കണ്ടെത്തുന്നതിനുമായി ബഹ്റിൻ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന ദേവ്ജി BKS GCC കലോത്സവത്തിന് പെയിന്റിംഗ് മത്സരത്തോടെ തുടക്കമായി. സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്ന ആദ്യ മത്സരത്തിൽ 100ഓളം കുട്ടികൾ പങ്കെടുത്തു. 100-ലധികം വ്യക്തിഗത ഇനങ്ങളും 60ഓളം ഗ്രൂപ്പ് ഇനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മാർച്ച് 31 വൈകുന്നേരം 7 മണിക്ക് നടക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. കലോത്സവത്തിൽ കേരളത്തിൽ നിന്നടക്കമുള്ള പ്രമുഖരാണ് വിധികർത്താക്കളായി എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ കൺവീനർ ബിറ്റോ പാലമറ്റത്തിനെ 37789495 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ലൂസിഫർ സിനിമയുടെ തുടർച്ചയായി ഹോളിവുഡ് നിർമ്മാണ രീതിയിലിറങ്ങിയ മോഹൻലാൽ ചിത്രമായ എമ്പുരാന് ബഹ്റിൻ ലാൽക്കിയേഴ്സിന്റെ നേതൃത്വത്തിൽ രാജകീയ വരവേൽപ്പൊരുക്കി. ബാൻഡ് മേളവും ഫ്ലാഷ് ഡാൻസുകളും നിറഞ്ഞ ആഘോഷ പരിപാടികളിൽ നിരവധി ആളുകൾ പങ്കാളികളായി. ദാനാമാളിലെ എപ്പിക്സ് തിയേറ്ററിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. ലാൽക്കിയേഴ്സ് അംഗങ്ങളടക്കം സിനിമ കാണാനെത്തിയ ഭൂരിഭാഗം പേരും കറുത്ത വേഷത്തിലാണ് തിയേറ്ററുകളിലെത്തിയത്. മോഹൻലാലിന്റെ ഭാവപകർച്ച കണ്ട ആവേശത്തിലും സന്തോഷത്തിലുമാണ് സിനിമ കണ്ടവരെന്ന് ലാൽക്കിയേഴ്സ് സാരഥി ജഗത് കൃഷ്ണകുമാർ, ഫൈസൽ FM, ഷൈജു കമ്പത്ത്, അരുൺ G നെയ്യാർ എന്നിവർ പറഞ്ഞു. പുലർച്ചെ 3:30 തുടങ്ങി അർദ്ധരാത്രി വരെ തുടർന്ന 5ഓളം ഫാൻ ഷോകൾക്കും ആഘോഷ പരിപാടികൾക്കും ജെയ്സൺ, വിശ്വി ജയൻ, വിപിൻ രവീന്ദ്രൻ, നന്ദൻ, അരുൺ തൈക്കാട്ടിൽ, അഖിൽ, നിധിൻ തമ്പി, പ്രദീപ്, ബിപിൻ, വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റിൻ സെന്റ് മേരീസ്
ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർക്കും അവരുടെ മാതാപിതാക്കൾക്കുമായുള്ള കൗൺസിലിംഗ് ക്ലാസ് മാർച്ച് 31 തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 വരെ കത്തീഡ്രലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാനസികാരോഗ്യ വെല്ലുവിളികളെ നേരിടുന്നതിനും സമ്മർദ്ദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങളെ ഫലപ്രദമായി പരിഹരിക്കാനും ഈ ക്ലാസുകൾ സഹായിക്കുമെന്നും പ്രശസ്ത കൗൺസിലറും തിരുവനന്തപുരം സ്റ്റുഡന്റ് സെന്റർ ഡയറക്ടറും IAS ഹബ് സിവിൽ സർവീസ് അക്കാദമി അഡ്മിനിസ്ട്രേറ്ററുമായ റവറന്റ് ഫാദർ സജി മേക്കാട്ടെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. കൗൺസിലിംഗ് ക്ലാസുകളിൽ ഏവരും പങ്കെടുക്കണമെന്ന് കത്തീഡ്രൽ വികാരി റവറന്റ് ഫാദർ ജേക്കബ് തോമസ്, സഹവികാരി റവറന്റ് ഫാദർ തോമസ് കുട്ടി PN, കത്തീഡ്രൽ ട്രസ്റ്റി സജി ജോർജ്, കത്തീഡ്രൽ സെക്രട്ടറി ബിനു M ഈപ്പൻ എന്നിവർ അഭ്യർത്ഥിച്ചു. ബഹ്റൈനിലെത്തിയ റവറന്റ് ഫാദർ സജി മേക്കാട്ടിനെ കത്തീഡ്രൽ ഭാരവാഹികൾ ബഹ്റൈൻ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സീറോ മലബാർ സൊസൈറ്റിയുടെ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനവും മാതൃദിനവും ആഘോഷിച്ചു. വനിതാവേദി പ്രസിഡന്റ് ലിജി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. സീറോ മലബാർ സൊസൈറ്റി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ സിംസ് പ്രസിഡന്റ് ഷാജൻ സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ജീവൻ ചാക്കോ, ആക്ടിംഗ് സെക്രട്ടറി ജോബി ജോസഫ് എന്നിവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന അമ്മമാരെ ആദരിച്ചു. വനിതാവേദി സെക്രട്ടറി ലിൻഡി സോബിൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷീന ജോയ്സൺ നന്ദിയും പറഞ്ഞു. ഗൾഫ് ഏവിയേഷൻ അക്കാദമിയിലെ ട്രെയിനിംഗ് ഫീസിൽ തട്ടിപ്പ് നടത്തിയ സീനിയർ അക്കൗണ്ടന്റിന് 5 വർഷം തടവും 41,777 ദിനാർ പിഴയും ശിക്ഷ. ഇതുകൂടാതെ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്ത തുക തിരിച്ചടയ്ക്കുകയും വേണം. നേരത്തെ കീഴ്ക്കോടതി വിധിച്ച ശിക്ഷയാണ് ഹൈക്രിമിനൽ കോടതി ശരിവച്ചത്. ഫിനാൻഷ്യൽ കൺട്രോളറായി ജോലി ചെയ്യവേ ഇയാൾ അക്കാദമിയുടെ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റി ഡെപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു. 2021 ജനുവരി മുതൽ 2022 ഏപ്രിൽ വരെയാണ് പ്രതി അക്കാദമിയിൽ ജോലി ചെയ്തിരുന്നത്. ഈ കാലയളവിൽ ട്രെയിനിംഗ് ഫീസായി ലഭിച്ച 45,121 ദിനാറാണ് ഇയാൾ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് വകമാറ്റിയത്. ഇടപാട് തീയതികളിൽ കൃത്രിമം കാണിച്ചും ബാങ്ക് എൻട്രികൾ ഒഴിവാക്കിയും അക്കാദമിയുടെ IT സിസ്റ്റത്തിലെ രേഖകളിൽ മാറ്റം വരുത്തിയുമാണ് പണം തട്ടിയത്.